PSc അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +2 ലെവൽ പ്രാഥമിക പരീക്ഷയുടെ ആൻസർ കീയാണ് നോക്കുന്നത്. ഈ വീഡിയോ പ്രയോജനപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം, മൗലിക അവകാശം. ഓപ്ഷൻ എ. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ഡോക്ടർ BR അംബേദ്കറുടെയാണ്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4A. ഓപ്ഷൻ ഡി. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന തീയതി 1949 നവംബർ 26. 1949 നവംബർ 26. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ. താഴെ പറയുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി. പേശികല. ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം അഗർവുഡ്. ഓപ്ഷൻ എ. ആദ്യത്തെ വൃക്കമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ജോസഫ് ഇ മുറേ. ഓപ്ഷൻ എ. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം 1.3 to 1.4 kg. അതുപോലെ തന്നെ 1.4 to 1.5 kg എന്നും ആൻസർ കാണുന്നുണ്ട്. നമുക്ക് പ്രൊവിഷണൽ ആൻസർക്ക് വന്നിട്ട് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം ക്യൂബ. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഫെഡറൽ ബാങ്ക്. പ്രഥമ ONV പുരസ്കാരം സുഗതകുമാരി. 2020 വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം സസ്യ ആരോഗ്യ വർഷം. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2021 നടത്താനിരിക്കുന്നത്? 2021 8ാമത്തെയാണ്. അതുപോലെ തന്നെ 16ൻ്റെ ആൻസർ ഇല്ല കേട്ടോ. 17 ഓപ്ഷൻ എ. 18 1210 ഓപ്ഷൻ ബി. 19 ഓപ്ഷൻ ഡി. 20 ഓപ്ഷൻ എ. 21 ഓപ്ഷൻ എ. 35. ക്ലോക്കിലെ സമയം 22:75.5 ഡിഗ്രി. 23ാമത്തെ ആൻസർ ശനി. 24 ഓപ്ഷൻ സി സഹോദരി. 25 ഓപ്ഷൻ ഡി. 26 ഓപ്ഷൻ എ. 27 ഓപ്ഷൻ സി. 28 ഓപ്ഷൻ ബി. 29 ആൻസർ ഇല്ല കേട്ടോ, നോ ആൻസർ ആണ്. 30 ഓപ്ഷൻ ഡി. 31 ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് പൊതുഭരണം. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവൻ എങ്ങനെ സഹായകമാകും എന്ന് സ്വയം ചോദിക്കുക എന്നാവശ്യപ്പെട്ട വ്യക്തി ഗാന്ധിജിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സെർട്ട് ടെക്സ്റ്റിലുണ്ട്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ എടുക്കുന്നത് UPSC ആണ്. ഓപ്ഷൻ ബി. ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം അക്ഷയ കേന്ദ്രമാണ്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ലോകായുക്ത. മാത്സിൻ്റെ ഓപ്ഷൻ വായിച്ചു വിടാവേ. 36 ഓപ്ഷൻ സി. 37 സി. 38 ഓപ്ഷൻ ഡി. 589. 39 ഓപ്ഷൻ ഡി. 330. 40ാമത്തെ ആൻസർ ഓപ്ഷൻ ബി 81. 41 2017-18 സാമ്പത്തിക വർഷം കേന്ദ്ര ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച നികുതി ഇനം കോർപ്പറേറ്റ് ടാക്സ് ആണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ചത് 1770. ഓപ്ഷൻ ഡി. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്ക പരിഹാരത്തിന് ഉപഭോക്താവ് അടയ്ക്കേണ്ട ഫീസ് 400 രൂപയാണ്. 1952 കേന്ദ്ര ഗവൺമെൻറ് മൊത്തം ചെലവിൻ്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചത്? 7.92%. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലാത്തത്. അത് ഈസിയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതൊക്കെ കേട്ടോ. കാൾ മാർക്സും ലൈസസ് ഫെയർ തെറ്റല്ലേ? ആഡം സ്മിത്താണ് അദ്ദേഹം അതുമായിട്ട് വരുന്നത് അല്ലേ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൈസസ് ഫെയർ സിദ്ധാന്തം
ആദം സ്മിത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി. കാക്കനാടൻ ജോർജ് വർഗീസാണ്, ജോർജ് ഓണക്കൂർ അല്ല. ഓപ്ഷൻ സി ആണ്. തൃപ്പൂണിത്തറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഓണവുമായി ബന്ധപ്പെട്ടതാണ്. ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയത് വയലിൻ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി വനിത KM ബീനാമോള്. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശം രചിച്ചത് അതുലനാണ്. അതുലൻ. ചർച്ച് മിഷൻ സൊസൈറ്റി CMSന്റെ പ്രവർത്തന മേഖല കൊച്ചി, തിരുവിതാംകൂറാണ്. കപ്പലോട്ടിയ തമിഴകൻ എല്ലാവർക്കും അറിയാവുന്ന VO ചിദംബരം പിള്ള. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെട്ടത് സൈമൺ ബൊളിവറാണ്. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബെർണാഡ് ബറൂച്ച്. സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം എന്ത് ഫലമാണ്? താപഫലം പ്രയോജനപ്പെടുത്തിയാണ്. സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത് ന്യൂക്ലിയർ ബലം. ഓപ്ഷൻ ബി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓസോൺ പാളി കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾക്ക് പേര് എന്താ? അനാൽജസിക്കുകൾ. ഓപ്ഷൻ ബി. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? തെർമോസ്ഫിയർ. അയണോസ്ഫിയർ തെർമോസ്ഫിയറിൻ്റെ ഭാഗം. ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ ചിത്രീകരിക്കുന്നത് വെള്ളം. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ജമുനയാണ്. ഓപ്ഷൻ സി. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിൽ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ്? ശൈത്യകാലം. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. ഏറ്റവും കൂടുതൽ ഡേറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ബ്ലൂ-റേ DVD ആണ്. ഓപ്ഷൻ ബി. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ജിബ്. ഓപ്ഷൻ സി. സഫാരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ബ്രൗസർ. താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് എന്ത്? കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക. ഓപ്ഷൻ ബി. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ നമുക്ക് എന്ത് പറയാം? ബഗ്സ് എന്ന് പറയാം. ബഗ്സ്. 71-ാമത്തെ ഇംഗ്ലീഷ് ആൻസർ എവരിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ്. ക്വസ്റ്റ്യൻ ടാഗ്. ഓപ്ഷൻ സി. ഡോണ്ട് ദേ. കാലിക്കറ്റ് ഈസ് ഫാർദർ ദാൻ കണ്ണൂർ. ഓപ്ഷൻ ഡി. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ വിൽ ഹാവ് റിസീവ്ഡ് ഹെർ പ്രൊമോഷൻ. ഓപ്ഷൻ എ ആണ്. വെൻ ഡു യു വിഷ് ഡാഷ് നൗ ഓർ ലേറ്റർ ടു സ്റ്റാർട്ട്? ഓപ്ഷൻ സി. 75 ഓപ്ഷൻ സി ആണ്. നോക്കിക്കോണേ നിങ്ങളെ. വിച്ച് വേർഡ് ഈസ് മിസ്പെൽറ്റ്? ഓപ്ഷൻ ബി. ഫിക്കിൾ. അന്റോണിയം എന്താ? ഓപ്പോസിറ്റ് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ്. ഹി മെയ്ഡ് അപ്പ് ടു ഹെയർ അൺടിൽ ഷീ എഗ്രീഡ് ടു ഹെൽപ്പ്. സിനോണിയം ഓഫ് ക്യൂവൈവ്. അലേർട്ട് എന്നാണ്. ഓപ്ഷൻ സി. 80-ാമത്തെ ആൻസർ ഡെഡ് ലൈൻ. എക്സ്പാൻഷൻ ഓഫ് എക്സെട്ര. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ട്വിസ്റ്റ്. ഓപ്ഷൻ ഡി. ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. ഷാൽ വി. ജോൺ ഈസ് ദ മാൻ ഡാഷ് സേവ്ഡ് ദ ചിൽഡ്രൻ. ഹൂ പ്ലസ് വെർബാണ് വരേണ്ടത്. 85-ാമത്തെ ആൻസർ ഓപ്ഷൻ എ. 86 ഓപ്ഷൻ ബി. 87 ദി കബനി റിവർ. ദി കബനി ഓപ്ഷൻ എ. 88 ഓപ്ഷൻ സി. 89 ഓപ്ഷൻ ഡി. റെയിൻ. 90 ഓപ്ഷൻ ഡി. ധനാശി പാടുക എന്ന് പറയുമ്പോൾ അവസാനിപ്പിക്കുക. ശരിയായ പദം കൈച്ചെലവ്. ഓപ്ഷൻ ബി ആണ്. വിനയച്ചത്തിന് ഉദാഹരണം കാണാൻ പോയി. ഓപ്ഷൻ ഡി. അന്നവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഊണിന് കൃത്യം വാക്കിന് സത്യം. ശ്ലഷ്ണശിലാ ശില്പം. ഓപ്ഷൻ സി ആണ്. ശ്ലഷ്ണശില കൊണ്ട് നിർമ്മിച്ച ശില്പം. പദച്ചേർച്ച കണ്ടെത്തുക. അന്ത്യത്തിൽ. അന്ത്യം അധികം ഇൽ. നിർദ്ദയം എന്ന പദത്തിൻ്റെ വിപരീതം സദയം. വേദപാരംഗതൻ. വേദത്തിൽ പാരംഗതനായവൻ. ഓപ്ഷൻ ബി. ഏത് വിചാരണ നേടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു. ഇത് ശരിയായി എഴുതുക. ഓപ്ഷൻ സി. വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഉത്മുഖം ചേർത്തെഴുതുക. ഓപ്ഷൻ ബി. ഉന്മുഖം. അപ്പോൾ ഇത്രയാണ് ആൻസർ വരുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടില്ല. പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ അന്നേരം തന്നെ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. എക്സാം
പൊതുവേ പാടാണ് കേട്ടോ. GK കുറേ നമുക്ക് എഴുതിയെടുക്കാമെങ്കിലും ഇംഗ്ലീഷിൽ കുറേ പാടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്. കട്ട് ഓഫ് ഒന്നും ഒത്തിരി വലിയൊരു കട്ട് ഓഫ് ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട, ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എക്സാം ഹാളിലിരിക്കുമ്പോൾ എല്ലാവർക്കും എക്സാം പാടായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളതും. എന്നോടും ഫോണിലൂടെ അല്ലാതൊക്കെ പറഞ്ഞിട്ടുണ്ട്, മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പാടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ടെൻഷൻ അടിക്കേണ്ട ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞിപ്പം നമ്മൾ ഈ കട്ട് ഓഫ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഐഡിയ വെച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഇത് വെച്ചാണ് പറയുന്നത് കേട്ടോ. അത് ഈ കട്ട് ഓഫ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 50 മാർക്ക് എന്തായാലും 50 മാർക്കിന് മുകളിൽ കട്ട് ഓഫ് ഒന്നും വരാൻ സാധ്യത ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഉള്ളൊരു ഇത് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ഞാനത് ഉറപ്പിച്ച എക്സാം പൊതുവേ പാടായിരുന്നു. പിന്നെ ഭരണഘടന എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമായിട്ട് തോന്നി. പിന്നെ GK അത്യാവശ്യം കുഴപ്പമില്ല, നെഗറ്റീവ് വരുത്താതൊക്കെ എഴുതാൻ പറ്റുമെങ്കിലും ഇംഗ്ലീഷ് കണക്കെളുപ്പമായിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് അത്യാവശ്യം പാടുള്ള ക്വസ്റ്റ്യൻ വന്നു. മലയാളത്തിലും പാടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും 50-ന് മുകളിലൊരു കട്ട് ഓഫ് ഒന്നും പോകാൻ സാധ്യത ഇല്ല. അപ്പം അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ കാണാം. കേരള PSCയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതാണ് നമ്മുടെ ചാനലിലൂടെ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പം മാർക്ക് കുറഞ്ഞവരൊന്നും ടെൻഷൻ അടിക്കേണ്ട, ഒത്തിരി വലിയൊരു കട്ട് ഓഫ് വരത്തില്ല. മാർക്ക് കുറഞ്ഞവർ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വലിയൊരു കട്ട് ഓഫ് നമുക്കറിയാം. യൂണിഫോം തസ്തികകൾക്കൊക്കെ അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻ പേപ്പറും ആയിരിക്കും, അതുപോലെ തന്നെ കട്ട് ഓഫ് വളരെ കുറവായിരിക്കും. അപ്പോൾ വലിയൊരു കട്ട് ഓഫ് ഒന്നും നിങ്ങളൊരു കാരണവശാലും പ്രതീക്ഷിക്കേണ്ട. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.